അന്തർദേശീയ തലത്തിൽ നമുക്ക് നേരെ വന്ന ഒരു വെല്ലുവിളിയെ നേരിടാൻ കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു ആഭ്യന്തരമായ ചില മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവന്നത്. അത് ഞാൻ നേരത്തെയും അത് മുൻ ചർച്ചകളിലൊക്കെ സൂചിപ്പിച്ചിരുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ അധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. അപ്പം നമ്മുടെ റിസോഴ്സ്, നമ്മുടെ ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി അതൊക്കെ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിലാണ് പുതിയ ഈ ഒരു നിലപാട് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഇത് സാധാരണക്കാർക്കും അതുപോലെ തന്നെ കർഷകർക്കും മധ്യവർഗത്തിനും അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ തന്നെ വളരെ പ്രയോജനപ്രദമായ ഒരു നിലപാടാണിത്. പക്ഷേ ചില കോണുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ എതിർപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ഒരു പക്ഷേ പലരും അതിൻ്റെ ആത്യന്തികമായി ഈ നിരക്ക് കുറയ്ക്കുന്നതിനെ എതിർക്കുന്നില്ലെങ്കിൽ പോലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വരുമാനത്തിലത് കാര്യമായ ഇടിവുണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ തന്നെ ഒരു പ്രതിരോധാത്മകമായ ഒരു നിലപാടാണ് അവർ സ്വീകരിച്ചത്. ഇപ്പോൾ ലോട്ടറി, അതുകൊണ്ട് ലോട്ടറിയിൽ കാര്യമായ ക്ഷീണം സംഭവിക്കും, ലോട്ടറി തൊഴിലാളികൾക്ക് ക്ഷീണം സംഭവിക്കും, ലോട്ടറി നിരക്ക് കൂട്ടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ആ നിലപാടിൽ നിന്ന് അവർ മാറിയിരിക്കണം. ലോട്ടറി നിരക്ക് കൂട്ടുന്നില്ല, കാരണം ലോട്ടറി നിരക്ക് നേരത്തെ തന്നെ കൂട്ടിയതാണ്. അപ്പോൾ ചില സമ്മാനങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്മീഷൻ നേരിയ തോതിൽ കുറച്ച് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തു തന്നെയായാലും ഇത് സംസ്ഥാനത്തിൻ്റെ മാത്രം വിമർശനമല്ല. കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറി ആയിരുന്ന ആളുകളും മുൻ ധനകാര്യമന്ത്രിമാരും പലരും തന്നെ ഇതിനെ വിമർശിച്ചിട്ടുണ്ട്. രണ്ട് കോണുകളിൽ നിന്നാണ് ആളുകൾ വിമർശിക്കുന്നത്. ചിലർ പറയുന്നത് സങ്കീർണമായ ഈ 4 എണ്ണത്തിന് പകരം നമുക്ക് ഒരു നിരക്ക് മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഈ നിരക്ക് കുറച്ചത് കൊണ്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അത് പ്രതികൂലമായി ബാധിക്കും എന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് പല കണക്കുകളുണ്ട്, SBIയുടെ കണക്കുകളുണ്ട്, അതേപോലെ തന്നെ മുൻ ധനകാര്യ സെക്രട്ടറി പറഞ്ഞ കണക്കുകളുണ്ട്. ചിലർ 66,000 കോടിയുടെ നഷ്ടമുണ്ടാവുമെന്ന് പറയുന്നു, ചിലർ 1 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടാവുമെന്ന് പറയുന്നു, ചിലർ 1.5 ലക്ഷം കോടിയുടെ നഷ്ടമുണ്ടാവുമെന്ന് പറയുന്നു. പക്ഷേ ഇവിടെ മറ്റൊരു വസ്തുതയുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ നമ്മളൊരു 100 രൂപയുമായി മാർക്കറ്റിലേക്ക് പോവുകയാണ്. അപ്പം നമുക്ക് ആ 100 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു സാധനം നമുക്ക് 85 രൂപയ്ക്കോ 80 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മൾ ബാക്കി 20 രൂപയ്ക്ക് കൂടി മറ്റെന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നു എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ നമ്മളത് 110 രൂപയ്ക്ക് വാങ്ങാൻ നമ്മൾ ശ്രമിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളുകളുടെ പർച്ചേസിങ് കപ്പാസിറ്റി കൂടുന്നു, വോളിയം കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കാര്യമായ നേട്ടമുണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. കാരണം കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് തിരിച്ചടി ഉണ്ടായിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളിൽ ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതിനകത്ത് തന്നെ ചില അപാകതകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം 350 cc മുകളിലുള്ള കാറുകളുടെ വില വർദ്ധിക്കുന്നില്ല. കാരണം അത് ടാക്സ് റേറ്റ് 28% 40% കൂടുന്നുണ്ടെങ്കിൽ പോലും അവിടെ സെസ് നേരത്തെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ 17 മുതൽ 22% വരെ സെസ് ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് ആ സെസ് ഒഴിവാകുന്നുണ്ട്. അപ്പോൾ ആ സെസ് ഒഴിവാകുന്ന സമയത്ത് വില പൊതുവെ പിടിച്ചു നിൽക്കാനാണ് സാധ്യത. ചിലപ്പോൾ ചില സാധനങ്ങളുടെ വില കൂടിയേക്കാം. പക്ഷേ പൊതുവെ ഇപ്പം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണത്തിന് മോട്ടോർ ബൈക്ക് ആണെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളാണെങ്കിലൊക്കെ തന്നെ, അതേപോലെ തന്നെ ചെറുകിട മേഖലയിലാണെങ്കിലും MSMEകൾക്കാണെങ്കിലും സാധാരണക്കാർക്കാണെങ്കിലും ഇപ്പോൾ ഹോട്ടലുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. അപ്പം എല്ലാ മേഖലയും, ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റം വരുന്നു. മരുന്നുകളുടെ വില കുറയുന്നു, അവശ്യ വസ്തുക്കളുടെ വില കുറയുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ മൊത്തത്തിൽ നമുക്ക് കാണാനും കഴിയും. അപ്പം ഇത് നേരത്തെ വിമർശകർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിന് എതിരാണ് എന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഫെഡറൽ സംവിധാനത്തിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഓരോ സംസ്ഥാനവും അവരുടെ വിദ്യാഭ്യാസപരവും അതേപോലെ തന്നെ ആരോഗ്യപരവുമായ സേവനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് കൂടുതൽ ഒരു താല്പര്യം കൊടുത്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇതൊക്കെ തന്നെ അത് വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ ജനങ്ങളുടെ സേവനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് കൂടുതൽ സേവനം പ്രദാനം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളൊക്കെ എത്തിയിരിക്കുന്നത്. മരുന്നുകളുടെയൊക്കെ വില കുറയുന്നത് മൂലവും അതേപോലെ തന്നെ ഇൻഷുറൻസ് പൂർണ്ണമായി ഒഴിവാക്കിയത് മൂലം. അതുകൊണ്ട് ഞാൻ നേരത്തെ പ്രകാശ് സാറ് സൂചിപ്പിച്ചതുപോലെ ആഗോളതലത്തിൽ നാം നേരിടുന്ന ഈ ഒരു പ്രശ്നങ്ങളെ മറികടക്കാനുള്ള ഒരു അതിശക്തമായ ഒരു നിലപാടാണ് ഇത്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിലെടുത്തൊരു തീരുമാനമല്ല. കാരണം
നേരത്തെ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരുന്നു നമുക്ക് 5 വർഷം കഴിയുമ്പോൾ ഇത് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ 2021 ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ്, മന്ത്രിമാരുടെ ഒരു സംഘം അതിനുവേണ്ടി തന്നെ പ്രവർത്തിച്ചു. അങ്ങനെ നിരന്തരമായി. പക്ഷേ ഇതിനകത്ത് ഒരുപാട് തർക്കങ്ങൾ വരുന്നുണ്ട്. കാരണം ഉൽപ്പന്നങ്ങളുടെയൊക്കെ വില നിശ്ചയിക്കുന്നതിനകത്തും കാറ്റഗറി നിശ്ചയിക്കുന്നതിനകത്തും ഒരുപാട് തർക്കങ്ങൾ ഈ GST കൗൺസിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഏതായാലും കാര്യങ്ങൾ വളരെ നല്ല സ്മൂത്തായ രീതിയിൽ കാര്യങ്ങൾ നടന്നു. അത് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഈ ഉത്സവ മേഖലയിൽ ജനങ്ങൾക്ക് വളരെ ഒരു ആഹ്ലാദപരമായ ആ രീതിയിലേക്ക് ജനങ്ങളെ വളരെ സന്തോഷവാന്മാരാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് എന്ന്